നമസ്തേ ഡോക്ടറെ. നമസ്തേ. ഡോക്ടർ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നോർമൽ ഒരു ASD കുട്ടിയുടെ പേരൻസ് എല്ലാ എഫർട്ടും ഇടാനായിട്ട് അവർ തയ്യാറാണ്, അവരെന്ത് ചെയ്യാനും തയ്യാറാണ്. പക്ഷെ എന്ത് എഫർട്ടാണ് ഇടണം എന്നുള്ളത് ഒരു ഐഡിയ പൊതുവെ പല പേരൻസിനും ഇല്ല. അപ്പം അവർ ശരിക്കും ഏത് മേഖലയിലാണ് പേരൻസിന്റെ എഫർട്ട് കൂടുതലായിട്ട് വേണ്ടത്? ആ ഒരു രീതിയിൽ കുറച്ച് സജഷൻസ് പേരൻസിന് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു ഡോക്ടർ. ശരിയാണ്, നമുക്ക് പലപ്പോഴും പേരൻസ് പറയണത് ഞങ്ങൾ ഇവന് വേണ്ടിയാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഇവക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ എന്നുള്ള ഒരു ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അവർ പറയുക. രണ്ടാമത് അവർ പറയുക എന്ന് നേരെയാവും. അപ്പോൾ ഈ ഒരു ആദ്യം അവർ പറയുന്ന എന്തിനും തയ്യാറാണെന്നുള്ളൊരു കോൺസെപ്റ്റും എന്ത് റിസൾട്ട് എപ്പോൾ കിട്ടും എന്നുള്ളതും ഇത് തമ്മിലുള്ള ഒരു അന്തരമാണ് നമുക്ക് കുറച്ച് കൊണ്ടുവരേണ്ടത്. ഈ ആവശ്യം അവർക്ക് നേടിയെടുക്കണം. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, നമുക്ക് കുട്ടികളുടെ ഇപ്പോഴത്തെ സന്തോഷത്തിനല്ല നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. നമ്മൾ പലപ്പോഴും നമ്മുടെയും കംഫർട്ട് സോൺ എന്ന് പറയുന്നത് മോൻ എന്താണോ ഇഷ്ടം അത് കൊടുക്കുക, അല്ലെങ്കിൽ അവനത് ഇഷ്ടമല്ല. പലപ്പോഴും പേരൻസ് OP-യിൽ വന്നിട്ട് പറയുക അവന് അത് ഇഷ്ടമല്ല, അവൻ ഇന്നതാണെങ്കിൽ കഴിച്ചോളും. അതായത് ഭയങ്കര പ്രൗഡായിട്ട് പേരൻസ് പറയുന്നുണ്ട്. പക്ഷെ അവർ മനസ്സിലാക്കുന്നില്ല ഭാവിയിൽ കുട്ടിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, കുട്ടി എപ്പോഴൊക്കെയാണോ കംഫർട്ട് സോൺ ഉള്ളത്, ഈ കംഫർട്ട് സോൺ ഉള്ളപ്പോഴാണ് കുട്ടി ഓക്കെ. ആ കുട്ടി എപ്പോഴാണോ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരുന്നത്, അപ്പോൾ കുട്ടി ടാൻട്രംസ് കാണിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ പുറത്തൊരു സ്ഥലത്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇത് എപ്പോഴാണ് കൺസേൺ ആവുക? നമുക്ക് സോഷ്യലൈസിങ്ങിന് ഒരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് കൊണ്ടുപോകുമ്പോഴൊക്കെയാണ് ഇതൊരു ഇഷ്യൂ വരിക. അപ്പോൾ ഇതിൽ നമ്മൾ ആസ് എ പേരൻ്റ് നമ്മൾക്ക് ചെയ്യേണ്ട 2 കാര്യങ്ങൾ: കുട്ടിക്ക് ഇഷ്ടമില്ലാത്തതൊന്ന് ശീലിപ്പിക്കാനായിട്ട് നമ്മളൊന്ന് ശ്രമിക്കുക, 2 ഇഷ്ടമുള്ളതൊന്ന് റെസ്ട്രിക്റ്റ് ചെയ്യാനും പഠിപ്പിക്കുക. ഇത് ആസ് എ പേരൻ്റൽ നമ്മൾ ചെയ്യേണ്ടതാണ്. രണ്ടാമതൊരു കാര്യം, നമ്മൾ തെറാപ്പികൾക്ക് വിടുന്നുണ്ട്. അപ്പം പലരുടെയും ധാരണ, പേരൻസിൻ്റെ ആയാലും, നമ്മൾ തെറാപ്പിക്ക് കൊണ്ടുപോകുന്നുണ്ടല്ലോ, 2 കൊല്ലമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്, 3 കൊല്ലമായി, 5 കൊല്ലമായി എന്നൊക്കെ പേരൻസ് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പം പലപ്പോഴും കണ്ടുവരുന്നത് ഒരുപാട് നല്ല തെറാപ്പി സെൻറ്റേഴ്സ് ഉണ്ട്. പക്ഷെ അതുപോലെ തന്നെ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് റിലയബിൾ അല്ലാത്ത തെറാപ്പി സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇവിടെ വരുന്ന പേരൻസിനോട് നമ്മൾ പറഞ്ഞു വിടാറുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം അൾട്ടിമേറ്റ്ലി നമുക്ക് കുട്ടിക്ക് ഗുണം കിട്ടുക എന്നുള്ള. പല പേരൻസും എന്നോട് ചോദിക്കാറുണ്ട്, ഇപ്പം ചെന്നൈയിൽ നല്ല സെൻറ്റർ ഏതുണ്ട് ഡോക്ടറെ, ഹൈദരാബാദ് ഏത് നല്ല സെൻറ്റർ ഉണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ സെൻറ്റേഴ്സ് പോയി വിസിറ്റ് ചെയ്ത് അവിടെ നല്ലതാണെന്ന് ഉറപ്പ് വരുത്തി നമ്മുടെ കുട്ടിയോട് അങ്ങോട്ട് പോകാൻ പറയും. പക്ഷേ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി വന്നത്, ഒരു 2 മാസം 3 മാസമൊക്കെ ഈ പറയുന്ന നല്ല സെൻറ്ററായിട്ട് തന്നെ പോകും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ആറ്റിറ്റ്യൂഡ് അവിടുത്തെ പ്രൊഫഷണൽസ് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും വരും. നമ്മൾ പേരൻസിനോട് പറയുക, നമുക്ക് തെറാപ്പി കൊടുക്കുമ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ആ തെറാപ്പി കൊടുക്കുന്ന സെൻറ്ററിന് അവരൊരു മൾട്ടി ഡിസിപ്ലിനറി സെൻറ്റർ ആണെങ്കിൽ, സ്പീച്ച് തെറാപ്പി ഉണ്ട്, ഒക്യുപ്പേഷൻ തെറാപ്പി ഉണ്ട്, ബിഹേവിയർ തെറാപ്പി ഉണ്ട്, സെൻസറി ഉണ്ട്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഉണ്ട് എങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അവരെന്താണോ ഫസ്റ്റ് അസസ്മെൻറ്റ് ചെയ്തിരിക്കണം. ഈ അസസ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം അവർ ഗോൾ സെറ്റ് ചെയ്യേണ്ടത്, എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്. അപ്പോൾ പലപ്പോഴും ഈ സ്പീച്ച് തെറാപ്പിസ്റ്റ് എടുക്കുന്ന ഗോളിനോട് ഒരു റാപ്പോ ഉള്ളതായിരിക്കണം OT-ക്കാരെടുക്കുന്ന ഗോള്. അല്ലാതെ എല്ലാവരും പല ഡിഫറെൻ്റ് ആംഗിളിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് റിസൾട്ട് വളരെ കുറവാണ്. അപ്പം ഈ ഗോൾ സെറ്റിങ്ങിൽ ഒരു മൾട്ടി ഡിസിപ്ലിനറി ഒരു ഡിസ്കഷൻ ഉണ്ടായെങ്കിൽ മാത്രമേ അത് അവർക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു റാപ്പോ അല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ ഉണ്ടാവണം. ഇത് പേരൻറ്റിന് മനസ്സിലാവണം. അതായത് ഒരു മന്ത് എൻഡ് നമ്മൾ അവിടുത്തെ സ്ഥാപനത്തിൻ്റെ ഹെഡുമായിട്ടൊന്നിരിക്കുക, അവരോടൊന്ന് ചോദിക്കുക, നമുക്ക് എന്ത് തെറാപ്പിയാണ് നെക്സ്റ്റ് മന്ത്, അത് എന്താണ് അതിൻ്റെ ഗോള്, അത് എത്ര സെഷൻ ഉണ്ടെങ്കിൽ ആ ഗോൾ അച്ചീവ് ചെയ്യാം. അത് പെർഫെക്റ്റ്ലി ചിലപ്പോൾ അത് തന്നെ നടക്കണമെന്നില്ല, ചിലപ്പം ആ ഗോള്. പക്ഷേ നമുക്കൊരു ഐഡിയ കിട്ടുന്നത്, നമുക്ക് ആ ഗോൾ അടുത്ത മാസം എത്ര % അച്ചീവ് ചെയ്തു. അത് ഈ ഗോളെന്ന് പറയുന്നത് പലപ്പോഴും ഗോളും അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹവും, ഇത് രണ്ടും തമ്മിൽ പലർക്കും തെറ്റും. അതിന് ഞാൻ പറയാം, ഇപ്പം ടു ഇംപ്രൂവ് സിറ്റിംഗ് ടോളറൻസ് എന്ന് പറയുന്ന ഒരു ഗോളല്ല. അത് ഗോൾ ആവണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക് എന്ന് പറയും. അപ്പം ഈ മാസം കുട്ടി അവന് വിത്തൗട്ട് എനി എന്താ പറയുക എക്സ്ട്രാ ഒരു എയ്ഡ് കൊടുക്കാണ്ട് ഹി ഈസ് സിറ്റിംഗ് ഫോർ 10 minutes, വി ആർ ട്രൈങ് ടു മേക്ക് ഇറ്റ് 20 minutes. അതൊരു ഗോളാണ്. അതായത് ഐദർ സ്കോർ, അതല്ലെങ്കിൽ നമ്പർ, അല്ലെങ്കിൽ ടൈമിംഗ്, അല്ലെങ്കിൽ ഗ്രേഡ്, ഏതെങ്കിലും ഒരു പാരാമീറ്ററിലായിരിക്കണം അവൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജ് പറയാനും എന്താണ് അച്ചീവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ഐഡിയ ആയി. അത് ചിലപ്പം ഒരു മൈന്യൂട്ടായിരിക്കാം, 5% ചേഞ്ച് ഉണ്ടാവുള്ളൂ, ബട്ട് സ്റ്റിൽ വി നോ ദാറ്റ് നമ്മൾ പാത്ത് കറക്റ്റ് ആണെന്നുള്ളത്.
ഇല്ല എങ്കിൽ സംഭവിക്കുന്നത് എല്ലാ മാസവും എഴുതുന്ന ഗോൾ എന്തായിരിക്കും? ടു ഇംപ്രൂവ് സിറ്റിംഗ് ടോളറൻസ്. ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക്. ഇനി രണ്ടാമതൊരു കാര്യം വേണ്ടത്, ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ ആസ് എ പേരൻറ്റ് ഞങ്ങൾ എന്ത് ഹോംവർക്കാണ് വീട്ടിൽ ചെയ്യേണ്ടതെന്നുള്ളത് പേരൻറ്റ് നിർബന്ധമായിട്ടും ചോദിക്കണം. കാരണം ഈ 45 മിനിറ്റ് തെറാപ്പി കൊണ്ട് മാത്രം ഒന്നും ആവില്ല. ബാക്കി 23 മണിക്കൂറും കുട്ടി വീട്ടിലാണുള്ളത്. അപ്പം ഈ ബിഹേവിയർ തെറാപ്പിസ്റ്റ് എന്താണോ ആറ്റിറ്റ്യൂഡ് എടുക്കുന്നത് അതേ ആറ്റിറ്റ്യൂഡ് തന്നെയായിരിക്കണം ഇവർ വീട്ടിലും കാണിക്കേണ്ടത്. ഇല്ലെങ്കിൽ പലപ്പോഴും കേട്ടിട്ടുള്ളത്, തെറാപ്പി സെന്ററിൽ അവർ പറയുന്നുണ്ട് അവൻ നന്നായിട്ട് ഇരിക്കുന്നുണ്ട്, പക്ഷെ വീട്ടിൽ വരുമ്പോൾ ഇതൊന്നുമില്ല. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പേരന്റ് പറയുക. ഇതിന് പ്രധാനപ്പെട്ട കാരണം അവിടെയും ഇവിടെയുള്ള അറ്റ്മോസ്ഫിയർ വേറെ ആയതുകൊണ്ടാണ്. അപ്പൊ കഴിയുന്നതും ഹോംവർക്ക് ചോദിച്ച് മേടിക്കുക. ഇവരിത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തെറാപ്പി സെന്റേഴ്സുകാർ നോക്കുകയും ചെയ്യാം. രണ്ടാമതൊരു കാര്യം, ഇനി ഇത് രണ്ടും പ്രോപ്പറാണ്, ഇതിൻ്റെ ആംഗിൾ ഇവർ ഡിസ്കഷൻ ചെയ്യുന്നതും ഒരു ഗോളുണ്ട്, പേരൻറ്റും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഏതെങ്കിലും ഒരു ഡോക്ടർ ചികിത്സിക്കുന്നുവെങ്കിൽ, സപ്പോസ് ഒരു ആയുർവേദ ഡോക്ടറോ ഹോമിയോ ഡോക്ടറോ ആരും ആയിക്കോട്ടെ, അവർക്ക് ഈ ഒരു കോൺസെപ്റ്റ് കൂടെ ഒന്ന് അവരോട് പറയാമെങ്കിൽ അവർക്ക് മെഡിസിനൽ എയ്ഡ് കൊടുക്കുന്നതും അതിനു വേണ്ടി കൊടുക്കാം. ഇല്ലെങ്കിൽ പലപ്പോഴും ബിഹേവിയർ തെറാപ്പിസ്റ്റ് എടുക്കുന്ന ഗോള് വേറെ, സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ എയിം വേറെ. ഇതൊന്നും അറിയാതെ പേരന്റ് വിചാരിക്കും ഇവരെല്ലാം ചെയ്തോളൂ എന്ന് വിചാരിക്കും. ഇവരെല്ലാവരും ഫെയിൽ ആവുമ്പോൾ സാധാരണഗതിയിൽ ബ്ലെയിമിങ് വരുന്നത് ഈ ഡോക്ടറുടെ മുകളിലാണ്. അത് സംഭവിച്ചില്ല, ഇത് നടന്നില്ല എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത് ഒരിക്കലും സംഭവിക്കരുത്. നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നത്, പേരൻസ് ആയിക്കോട്ടെ, തെറാപ്പിസ്റ്റ് ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, ദേ ഷുഡ് വർക്ക് ഫോർ എ സിംഗിൾ ഗോൾ. അപ്പോൾ അത് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ ഓരോ മാസവും തെറാപ്പി സെൻറ്ററുമായിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്ത് എത്രമാത്രം അച്ചീവ് ചെയ്തു, നെക്സ്റ്റ് ലെവൽ എന്താണ്. ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് നമ്മൾ ഒരേ സർക്കിളിൽ ഇങ്ങനെ കിടന്ന് കറങ്ങും. പേരന്റിനെ സംബന്ധിച്ച് 1-2 ബിഹേവിയറൽ ഇഷ്യൂസ് ഓരോ മാസം ഉണ്ടാവും, അതിനുവേണ്ടി വർക്ക് ചെയ്യും, അത് മാറും, പുതിയത് വരും. ഒരിക്കലും സർക്കിൾ വിട്ട് പുറത്തേക്ക് പോവില്ല. സർക്കിൾ വിട്ട് പുറത്തേക്ക് പോകണമെങ്കിൽ നമുക്കൊരു ഓവറോൾ ഗോൾ ഉണ്ടാവണം. അതിനെ എവറി മന്ത് ഗോളായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ കഴിയുന്നതും പേരൻ്റെ ഇൻപുട്ടായി, തെറാപ്പിസ്റ്റിൻ്റെ ഇൻപുട്ടായി, ഒരു ഡോക്ടർ അത് നോക്കുന്നുണ്ടെങ്കിൽ ഡോക്ടർക്കും മനസ്സിലായി ഇവരൊക്കെ ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാനും ആ രീതിയിൽ വർക്ക് ചെയ്താൽ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതിനൊക്കെ ആദ്യം പറഞ്ഞ 2 സ്റ്റേറ്റ്മെൻ്റ് ആണ് കുട്ടിക്ക് ഇഷ്ടമില്ലാത്തത് ശീലിപ്പിക്കാനും ഇഷ്ടമുള്ളത് റെസ്ട്രിക്റ്റ് ചെയ്യാനും. അതിനും ഈ തെറാപ്പി സെൻറ്ററിനൊരു പങ്കുണ്ട്. ഇപ്പൊ കുട്ടിക്ക് എപ്പോഴും റീഇൻഫോഴ്സ്മെന്റ് കൊടുത്ത് അവനെ അടക്കിയിരുത്തുന്ന തെറാപ്പി സെന്റർ ശരിയാവൂല. കാരണം നമ്മൾ വർക്ക് ചെയ്യേണ്ടത് എന്തിനാ? കുട്ടിക്ക് പറ്റുന്നില്ല എന്നുള്ള ഒരു സന്ദർഭത്തിലും അവന് ജീവിക്കാൻ പറ്റണം. അല്ലാതെ ജീവിതത്തിൽ ഒരിക്കലും എല്ലാം പോസിറ്റീവായിട്ടുള്ള സറൗണ്ടിങ്സ് കിട്ടൂല. അവിടെയല്ലേ ഒരു പേരന്റിനൊരു ഹെൽപ്പ് വേണ്ടത്. അല്ലാതെ അവന് കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ അവിടെ ഇരുന്നോളും, മൊബൈൽ കൊടുത്താൽ ഇരുന്നോളും എന്ന് കരുതി നമ്മൾ മൊബൈൽ എപ്പോഴും കൊടുത്ത് അവനെ ഇരുത്തുന്നത് ശരിയല്ല. അപ്പം മൊബൈൽ ഇല്ലെങ്കിലും കുട്ടി ഇരിക്കാൻ പഠിക്കുമ്പോഴാണ് നമ്മൾ പ്രോപ്പർ ട്രെയിനിങ് കൊടുത്തു എന്ന് പറയാൻ പറ്റുക. അല്ലാതെ ഒരിക്കലും ട്രെയിനിങ് ആവില്ല. അപ്പോൾ ഈ വക കാര്യങ്ങളൊന്ന് മനസ്സിൽ വെച്ചാൽ നമ്മുടെ എല്ലാ തെറാപ്പി സെൻറ്റേഴ്സും ഫാർ ബെറ്റർ ആയിട്ട് ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ ആ കുട്ടിക്ക് മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ പറ്റും.